കൂട്ടുകാരെ, എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ വിറവ് പോയി പറക്കിക്കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. കുറേ നാൾ അവിടെ കിടക്കുവാണല്ലോ, അപ്പോൾ ഉള്ളതിങ്ങി കുറച്ചെങ്കിലും പറ്റുന്ന അത്രയും കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോകാൻ ഇറങ്ങി. ഞാനും എൻ്റെ ഏട്ടൻ അവിടെ കണ്ടോ, അവിടെയാണ് നമ്മൾ വിറവ് ഇറക്കുമ്പോൾ നമ്മുടെ വിറവ് കിടക്കുന്നുണ്ടോ അവിടെ. ടുട്ടുവിനെ കഴിച്ചു വിടുന്ന ചേട്ടാ. വരട്ടെ. അപ്പം അങ്ങനെ ചെറിയ മഴയൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പം വലിയ കുഴപ്പമില്ല. ചെറിയ ചാറ്റൽ മുമ്പേ ഉണ്ടായിരുന്നു, അത് മാറി. ഞാനിങ്ങനെ നിൽക്കുക. മഴ പെയ്താലോ എന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞിൻ്റെ കുടയൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. കുഞ്ഞൊന്നും ഇവിടെ ഇല്ല, കുഞ്ഞൊക്കെ അവർ അമ്മ വീട്ടിലാണ്. അപ്പോൾ കുഞ്ഞിക്ക് ഇടയ്ക്ക് വൈകിട്ട് വരും, രാവിലെ പോകും. അങ്ങനെയൊക്കെയാണ്. കുഞ്ഞിൻ്റെ കുടയും എടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങി. ചള്ളയോ കൂട്ടുകാരെ വഴി, നമുക്ക് വഴിയില്ല. നേരത്തെ നമ്മൾ ഈ വഴിയിൽ കൂടെ ആയിരുന്നു ജംഗ്ഷനിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ നടക്കുന്നില്ല, അത് തന്നെയല്ല വഴിയില്ല. അതുകൊണ്ടൊക്കെ ഇങ്ങനെ വരമ്പ് കൃഷി ചെയ്യാത്തതുകൊണ്ട് വരമ്പൊന്നും കോരിയിടുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ ഇത്രയും ചള്ളയായി പോയത്. അല്ലെങ്കിൽ നല്ല വഴിയായിരുന്നു. കണ്ടോ, ഈ വരമ്പങ്ങ് നേരെ മേളി വയലിൻ്റെ അങ്ങ് മുകളിൽ അറ്റത്ത് അവിടെ വരെയും പോകുന്ന വരമ്പ് നടവരമ്പായത്. ഈ വരമ്പ് നേരെ താപ്പോട്ട് നമ്മുടെ ജംഗ്ഷനിൽ ചെല്ലുന്നത് മെയിൻ വരമ്പാണെന്നിത്. പക്ഷെ ഇപ്പം വരമ്പും ഇല്ല, വഴിയില്ല. ഇതൊക്കെ കണ്ട എർത്ത് കമ്പികളാണ് കേട്ടോ. പന്നി ശല്യം കൊണ്ടോണ്ടേ എർത്ത് കമ്പി ഇട്ടേക്കുന്നത്. നമ്മുടെ വേറെ ആരാണ്ട് വാരിക്കൊണ്ട് പോയോ ചേട്ടാ? കുറഞ്ഞല്ലോ. ഒരേ സുറ്റി പാത്താലും മുന്നേ സുറ്റി പാർക്കിരേനിൻ അൻപേ എന്നൻപേ. പശുമ്മ നിൽക്കുന്നുണ്ടോ? പശുമ്മ കണ്ടോ? വഴിയില്ല, വഴിയില്ല, വഴിയില്ല. നേരത്തെ ഇതൊരു വരമ്പായിരുന്നു കൂട്ടുകാരെ കേട്ടോ. അപ്പം വരമ്പില്ല. അതിൽ എങ്ങനെ ഇനിയും പോകും ചേട്ടാ നമ്മൾ വിറവും കൊണ്ട്? നമ്മളീ വെള്ളം വലിയുന്നിടം വരെ നിൽക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ എല്ലാം കാടും ആകും. നമുക്ക് ഇങ്ങോട്ടൊന്നും വരാനും പറ്റാത്ത അവസ്ഥയായിട്ട്. അതാണ് വിഷയം, അതാണ് പ്രശ്നം. എന്തായിരുന്നു നമ്മൾ ഇതെല്ലാം ഒന്ന് മാറി വെള്ളം വലിഞ്ഞിട്ട് വരായിരുന്നു. അപ്പുറത്തേക്ക് നമ്മുടെ വിറവെല്ലാം പൊടിഞ്ഞു പോവും. ഇത് ചെയ്യുമെന്ന് പറ. വഴിയില്ലാതെ വന്നാതിരുന്ന പ്രശ്നം. ശിവനെ, എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകും, ഏത് രീതിക്ക് കൊണ്ടുപോകും എന്നൊന്നും ഒരെത്തും പിടിയും ഇല്ല. വേളി കിടക്കണമെങ്കിൽ വാരിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ താപ്പോട്ടുള്ളത് ഇറങ്ങാം. അത് വാരി നമുക്ക് താഴോട്ടിടാം. എന്നിട്ട് അവിടുന്ന് പിന്നെ നമുക്ക് ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊണ്ടുപോരാം. വള്ളി എവിടെ ഇട്ടിരിക്കുന്നു? ഒന്ന് വള്ളി അല്ല, അവിടുന്ന് ഞാൻ കെട്ടിത്തരാം ചേട്ടാ. നമുക്ക് അവിടുന്ന് 2 കമ്പ് എടുത്ത് വെച്ചോണ്ട് ഇങ്ങോട്ട് ഇറങ്ങാം. വള്ളി എടുത്തുകൊണ്ട് വരട്ടെ? എന്തായാലും വള്ളി കയ്യിലിരിക്കട്ടെ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വാരിയിടാം. ഇങ്ങോട്ട് വാരിയിട്ടിട്ട് ഇവിടുന്ന് കെട്ടിക്കൊണ്ട് പോകാം. അല്ലേ? നോക്ക്, ഒരെണ്ണം വന്നെടുത്ത് കാണിക്കുന്നതൊക്കെ കണ്ടേ. കെട്ടഴിച്ച് വിടാതിരുന്ന് കെട്ടഴിച്ച് വിട്ടപ്പോഴത്തേനും അവള് ഭയങ്കര ഹാപ്പിയായി. പിന്നെ വരുമ്പോൾ ചാക്കെടുത്തുകൊണ്ട് വന്നു. ഇനി മുട്ട വെല്ലം വാരിക്കൊണ്ട് വരാം. ഓ, ഇതൊക്കെ ഓർക്കുമ്പോൾ വിറവ് വേണ്ട എന്ന് തോന്നുകയാണ്. വിറവ് കിടക്കുന്ന കണ്ടോ കൂട്ടുകാരെ? നമ്മുടെ വിറവ് കിടക്കുന്ന കണ്ടോ കൂട്ടുകാരെ? റോഡ് കൊടുത്തു വിട്ടു. അത് ഉണക്കലാണേ. വെള്ളമൊക്കെ ഇട്ടിട്ടാണ് വെള്ളം വഴി ആക്കി അങ്ങോട്ട് പോകുന്നില്ല. ഈ ചള്ളക്കത്തിലൊക്കെ ഇറങ്ങിപ്പോകാൻ പാടാതെ കണ്ടു.
വെള്ളമാണ്. ഈ വെള്ളത്തിനപ്പുറത്തു നിന്ന് നമ്മൾ കുറേ വിറവ് കൂട്ടിയിരുന്നിട്ടിരുന്ന എല്ലാം വാരി ഇതിനപ്പുറം അങ്ങോട്ട് അപ്പോൾ ഇവിടെ കിടന്നതെല്ലാം വാരി കെട്ടി ഇവിടോട്ടിട്ടിട്ട് നമുക്കിതിങ്ങനെ ഇതേപോലെ ഓരോ തടി കഷ്ണം കുറുക്കിട്ടിട്ടാണ് അതിങ്ങനെ അതിലൂടെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ കുറുക്കിട്ട് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ കുഴിയായതുകൊണ്ട് നമുക്ക് കയറുമ്പോൾ പൊതയും. പിന്നെ ഇവിടെ ഇത്ര ഇടം കിടന്ന റബ്ബറും ചുള്ളി എല്ലാം കൊണ്ടുപോയി. ഇനി അത്രയും അരച്ചിലുള്ള കമ്പുണ്ട്, പിന്നെ അത്രയും മുട്ട ഉണ്ട്, പിന്നെ ഈ അതിനകത്ത് നിന്ന് കുറച്ച് വെട്ടിയെടുത്ത കുറച്ച് വലിയ വറവുണ്ട്. അപ്പോൾ അത്രയും ഉച്ചയായി. അപ്പോൾ ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. അങ്ങനെ ഏട്ടൻ വിറവും കൊണ്ട് പോയി. ഇനി ഇത് ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ചുമ്മണം. ഇത് പിന്നെ വേറെ ദിവസം കാണാൻ പറ്റത്തേ ഉള്ളൂ. എല്ലാം കൂടെ പറ്റത്തില്ല, കാരണം എന്നെ കൊണ്ട് പറ്റത്തില്ല അല്ലടാ ഒത്തിരി. കാരണം ഇത് പിടിച്ചു കൊടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇടത്തെ കൈക്ക് വലിയ ബലമില്ല. പിടിച്ചു കൊടുക്കാൻ കൈക്ക് വേദന എടുക്കും. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ കെട്ടായിട്ടാണ് ഞാനിങ്ങനെ കൊടുത്തു വിടുന്നത്. പക്ഷേ അവന്മാരുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു 4 കെട്ട് കൊടുത്തു വിടുന്നത് ഒറ്റക്കെട്ടായിട്ട് അവർ കൊണ്ടുപോകാനായിരുന്നു. പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏട്ടൻ കൊണ്ടുപോകും. കല്ലുപണിക്കൊക്കെ പോകുന്നതല്ലേ അവർ കൊണ്ടുപോകും. പക്ഷേ നമുക്ക് പിടിച്ച് പൊക്കി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേശ്ശെ ചെറിയ കെട്ടാക്കിയാണ് ഞാൻ കൊടുത്തു വിട്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴേ വിറവ് ചുമ കഴിഞ്ഞായിരുന്നു. അവന്മാരാരും ഇവിടെ ഇല്ല, അതുകൊണ്ട് പിന്നെ പറ്റുന്നില്ല. പിന്നെ നല്ല വെയിലാണ് കൂട്ടുകാരെ. അപ്പോൾ ഏട്ടനങ്ങനെ വിറവും കൊണ്ടെല്ലാം പോയി. ഇനി ഞാനും പോവുകയാണ്. കഴിച്ചിട്ടൊക്കെ വന്നിട്ട് ഇനി ബാക്കി ജോലികളൊക്കെ ചെയ്യാം. കണ്ടാൽ നമ്മുടെ റബ്ബർ തോട്ടമൊക്കെ എല്ലാം പറക്കിക്കൊണ്ട് പോട്ടെ. ഇപ്പോൾ പുഴുങ്ങിയത്, കാന്താരി ചമ്മന്തിക്ക് അതിങ്ങനെ ഉണ്ടമുളകുണ്ട്, വെള്ളക്കാന്താരിയുണ്ട്, സാദാ കാന്താരിയുണ്ട്, ചുവന്നുള്ളിയുണ്ട്, പുളിയുണ്ട്, പിന്നെ ഉപ്പ്. ഇത്രയും വെച്ച് അരച്ചിട്ട് പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. കണ്ടോ കപ്പപ്പുഴുക്ക്. നല്ല കട്ടൻ ചായ. ഇവിടെ കുറച്ച് വിറക് കൊണ്ടിട്ടു, പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കുറച്ചിട്ടു, പിന്നെ ഇവിടെ കൊണ്ടിട്ടു. നേരത്തെ ഇവിടെ കൊണ്ടിട്ടിരുന്ന വിറവെല്ലാം വാരി മാറ്റിയതായിരുന്നു. പിന്നെ ഇന്ന് കൊണ്ടുവന്ന് നമ്മളിവിടെ കൊണ്ടിട്ടു. ഇനി ഇതിവിടെ തട്ടെങ്ങാനും അടിച്ച് മാറ്റി വെക്കണം, അപ്പുറത്തോട്ടെങ്ങാനും. പിന്നെ നമ്മൾ ഇന്ന് ചെടിയൊക്കെ വൃത്തിയാക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് ഇതിൻ്റെ പുറകെ പോയി. ബോൾസം കണ്ടോ കൂട്ടുകാരെ, റോസ് കളറിലെ. പിന്നെ നമ്മളിവിടെ കൊണ്ടിട്ടു. അവിടെ കിടക്കുന്നുണ്ട് കുറച്ച് വിറവ്. പിന്നെ ഇവിടെ ഇങ്ങനെ അങ്ങ് വരെ കണ്ടോ. ഇത്രയും വിറവ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടു. ഇനി നമുക്ക് പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പിള്ളേരുണ്ടെങ്കിൽ 2-3 കെട്ടായിട്ട് പിള്ളേരത് കെട്ടി കൊടുത്തിടുമ്പോൾ കൊണ്ടുവരും. ഇത് പച്ചക്കമ്പായതുകൊണ്ട് ഭാരമുണ്ട്, എനിക്ക് പൊക്കി കൊടുക്കാൻ പറ്റത്തില്ല ഒത്തിരി ഒന്നും, അതുകൊണ്ടാണ് താമസം വന്നത്. ഇനി നമുക്ക് ഇതുപോലെ ചുള്ളിൽ ഒരു 3-4 കെട്ടിന് കിടപ്പുണ്ട്. പിന്നെ കുറേ മുട്ട ഉണ്ട്. മുട്ട എന്ന് പറയുമ്പോൾ ഈ വിറവിനകത്തിൽ അവരിങ്ങനെ മുഴങ്ങ് പോലെ കട്ട് ചെയ്തെടുത്തില്ല. ഇത് ഇതിനകത്ത് കിടക്കുന്നത് കണ്ടോ, ഇതിൻ്റെ വലുത്. അതൊത്തിരി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചേ കാര്യമുള്ളൂ. ബാക്കി മേളിലൊക്കെ കിടപ്പുണ്ട്, വേണ്ടാന്ന് വെച്ച്. കാരണം ഇത് എത്ര വലിയ പാടാണ് തീ കത്തിക്കാനും. ആവശ്യത്തിലും അധികം ആയല്ലോ നമുക്ക് വിറവ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു വലിയൊരു നീളത്തിലുള്ളൊരു വലിയൊരു ഉണക്കക്കമ്പ് കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടെ മുറിക്കണം. അപ്പോൾ ഞങ്ങൾ പിന്നെ പണി നിർത്തി, ഞാനും ഏട്ടനും കൂടെ. 5 മണി കഴിഞ്ഞായിരുന്നു, 5:30 ആയായിരുന്നു. ഞങ്ങളങ്ങ് നിർത്തി. കാരണം നമ്മൾ ഇന്നത് വാരാൻ നിന്നാലും തീരത്തില്ല. അപ്പോൾ പിന്നെ നാളെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ബാക്കി വാരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അന്നേരം കുറച്ച് നേരത്തേക്കുള്ള പണിയേ ഉള്ളൂ. കാക്കപ്പൂ കണ്ടോ കൂട്ടുകാരെ, കണ്ടോ. അങ്ങനെ നമ്മൾ അത്രയും വാരി എടുത്തു കൊണ്ടുവന്നു. അയ്യോ ഒന്നും പറയണ്ട എൻ്റെ പൊന്നു കൂട്ടുകാരെ, ചത്ത്. ഇതാണ് നമ്മുടെ കേശവർദ്ധിനിയിലുണ്ടായി നിൽക്കുന്ന പൂ കണ്ടോ കൂട്ടുകാരെ. ഇതാണ് നമ്മുടെ കേശവർദ്ധിനി. എണ്ണ തേക്കാനൊക്കെ, എണ്ണ കാച്ചാനേ നല്ലതാണ്. അത് നമ്മൾ കൊണ്ട് നട്ടത്. ഇതെനിക്ക് അറിയില്ലായിരുന്നു.
എൻ്റെ ഒരു കൂട്ടുകാരി ഞാൻ ഈ ചെടി കാണിച്ചപ്പോഴാണ്, കൂട്ടുകാരിയുടെ വീഡിയോയിലാണ് ഞാൻ കാണുന്നത് ഇത് കേശവർദ്ധിനിയാണെന്ന്. എനിക്കറിയില്ലായിരുന്നു. ഇത് ഞങ്ങളുടെ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തൊരു പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. അപ്പം നമുക്കറിയില്ലല്ലോ. അങ്ങനെ അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പോയി പറിച്ചുകൊണ്ട് വന്ന് കൊണ്ട് നട്ടു. നമുക്കിപ്പോൾ അത് മതി. ഇനിയിപ്പോൾ അത് പൊട്ടി പൊട്ടി കിളിക്കുമല്ലോ. ഇതേ ഒരു പൂ ഇതിനകത്തിൽ 2 ഇതായിട്ടാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. കണ്ടോ, 2 പൂവിൻ്റെ രകം പോലെ, ഒറ്റ ഇതായിട്ടല്ല. അതിൻ്റെ തണ്ട് കണ്ട 2 എണ്ണത്തിൻ്റെ തണ്ട് പോലെ. ഈ ചെടിയിലെ പൂവെല്ലാം അങ്ങനെ വരുന്നത്. അത് ഏട്ടൻ ജോലി ചെയ്യുന്നിടത്തു നിന്ന് നമുക്ക് വിളക്ക് കത്തിക്കാനുള്ള പൂവും കൂടെ പറിക്കും. അപ്പോൾ ഏട്ടൻ ജോലി ചെയ്യുന്നിടത്തു നിന്ന് അതിൻ്റെ ചെടിയുടെ വിത്ത് അവിടുത്തെ ചേച്ചിയോട് ചോദിച്ചിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നല്ല വെന്തിപ്പൂവാണ്, നല്ല വലിയ പൂവാകും. അങ്ങനെ. അയ്യോ എൻ്റെ അച്ഛാ, വിളക്ക് കത്തിക്കാനൂടെ അങ്ങ് വരയ്ക്കാം. അയ്യോ തെറ്റിപ്പോവില്ല കൂട്ടുകാരെ. വിളക്ക് കത്തിക്കുന്നത് ഇങ്ങനെ വെളിയിലോട്ടാക്കി കൂട്ടുകാരെ. കാരണം നമുക്ക് പെരയ്ക്കകത്തി പറ്റത്തില്ല. ഈ പിള്ളേർ നമ്മളെല്ലാം ഉണ്ടായതുകൊണ്ട് വിളക്ക് പെരയ്ക്കകത്തി നടക്കത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വെളിയിലോട്ട് ആ തട്ടെടുത്ത് വെച്ചിട്ട് 2 അടുത്ത് പറഞ്ഞ് വെച്ചിട്ട് ശരിയാക്കിച്ച്. അതിലെന്തെങ്കിലും അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് പെരയ്ക്കകത്ത് സൗകര്യമില്ല. കാരണം കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ അവർ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഒരു 2 സൈഡിലൊരു മറവ് പോലൊക്കെ വെച്ച് അങ്ങനെ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇരിക്കുകയാണ് കൂട്ടുകാർ. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാർ കമൻ്റ് ഇടണം കേട്ടോ. നമുക്ക് സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. സ്ഥലത്തിൻ്റെ അല്ല, നമുക്ക് പെരയ്ക്കകത്ത് വെക്കാം. പക്ഷേ ആ ഒരു ഹാളിലെ മുറിയിലാണ് എല്ലാവരും ഇരുന്ന് ആഹാരം കൂടുതലും കഴിക്കുന്നത്. അപ്പം നമ്മൾ മീനും എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുവച്ച് കഴിക്കും. പിന്നെ അത് തന്നെയല്ല, പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇനി വെളിയിലോട്ടാക്കി. അപ്പോൾ ഇനിയും വിറക് കുറച്ചും കൂടെ ഉണ്ട്. ഇനി നാളെയോ മറ്റന്നാളിലോ കൊണ്ടുവരണം. പിന്നെ വേറെ എന്താണ്, ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വരുമ്പോൾ ചെടിയൊക്കെ തരണേന്ന്. അപ്പം ഞാൻ സന്തോഷത്തോടെ വിളിച്ചിരിക്കുകയാണ്. വീട്ടിലോട്ട് വായോ, ചെടിയൊക്കെ കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്നത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. ആരും വരാനില്ല കേട്ടോ, ആരും വരുത്തുമില്ല. കാരണം നമ്മുടെ ചെറിയ വീടൊക്കെ ആയതുകൊണ്ടായിരിക്കാം, എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരാളെങ്കിലും വരാമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ വായോ പറയുക. പിന്നെ വേറെ എന്താണ്, നമുക്കൊത്തിരി സന്തോഷമേ ഉള്ളൂ അങ്ങനെ വരുന്നതിന് കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം വന്നോളൂ, എല്ലാ കൂട്ടുകാരും എൻ്റെ വീട്ടിൽ വന്നോളൂ. ഉള്ള സ്ഥലത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.